കരുതിയോ? അതാരാ? അങ്ങനെ ചോദിച്ചോളൂ. അല്ല, ഏത് എനിക്ക് ഓർമ്മയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവര് വന്നിരിക്കാം. അടൂർ പ്രകാശിന്റെ ഒരു നമ്പർ എനിക്ക് നല്ല ആരെയും വിളിച്ചില്ല, സജ്ജ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി സിം കാർഡ് എടുത്തെന്ന് തോന്നുന്നു, അഡിക്ഷനായിട്ട്. അത് എന്തോ വിചിത്രം കൊണ്ട് സ്വന്തം ID കാർഡ് കൊടുത്തെടുക്കുകയാണ്. ഇവിടെ നിന്ന് ട്രൂ കോളർ അടിച്ച് നോക്കുമ്പോൾ അടൂർ പ്രകാശിന് വരും. ജീവിതത്തിൽ ഒരു മനുഷ്യനും പരിചയമില്ലാത്ത നമ്പറാണ്. 960 അത് ട്രൂ കോളർ അടിക്കുമ്പോൾ ഇയാളുടെ ഫോട്ടോയും പേര് കിടക്കും വരിക അടൂർ പ്രകാശ്. എനിക്കൊന്നും അതിന് വേറെ ഔട്ട് ഗോയിങ് കോളേ ഇല്ല. ഒരേ ഒരാളെ വിളിക്കാൻ വേണ്ടി സിം കാർഡ് എടുക്കണം. പരാജയപ്പെട്ടു പോയി തോന്നുന്നില്ല ഇവരൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വന്നതിൽ. പിന്നെ എന്തിനാണ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് അല്ല, എന്റർടൈൻമെന്റ് പ്രോജക്റ്റുകൾ. അത് എനിക്ക് എന്റെ ഓരോ ബിസിനസ് ഞാൻ അല്ല, എനിക്ക് ഫസ്റ്റ് കസ്റ്റമർ കൊണ്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ലേഡി കസ്റ്റമറാണ്. ഞാൻ അവരോട് നല്ല ലൈസൻസ്, പക്ഷെ അവരെന്തുകൊണ്ടോ ഇതെടുക്കുന്നുണ്ടെന്നാണ്. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മീറ്റിംഗ് വന്നത്. ഞാൻ ഏകദേശം ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു. ഞാൻ ഇന്ന മിനിസ്റ്ററാണ്. അപ്പം ഞാൻ കാര്യമെല്ലാം കേട്ടു. അപ്പം ഞാൻ അങ്ങനെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്നല്ലോ, എനിക്കൊരു നേരിട്ടുള്ള ഉറപ്പ് വേണം. അത് ഫസ്റ്റ് കോൾ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫൈൻ ഞാൻ ആലപ്പുഴ. അപ്പം ഞാൻ കാറിൽ നിന്ന് പ്രാവുകയാണ്. എനിക്ക് മീറ്റിങ്ങിന് പോവുകയും വേണം, സമയത്തിന് പോവുകയും വേണം. അപ്പം അതിനകത്ത് സംഭവം ടെൻഡറാണ്. അപ്പം പോകണം, അതാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഈ കാർ ഇവിടെ ഇട്ടു, ഞാൻ ഓടിച്ചു. ഞാനിങ്ങനെ വാതിൽ നിന്നോടാണ് സംസാരിച്ചത്. എങ്ങനെ സാർ ഇരിക്കും. ഞാൻ സാർ എനിക്ക് ഈ സമയത്ത് സാർ പറഞ്ഞോണ്ട് വന്നാൽ നമ്മൾ ടെൻഷനാണ് കേട്ടോ. ഈ കേസ് വല്ല പ്രശ്നമാവോ, കമ്പനിയുടെ പ്രശ്നം. അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇതെല്ലാം പറ്റും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാൻ പറഞ്ഞു. ഉടനെ ആ കസ്റ്റമറിനെ വിളിച്ച് സംസാരിച്ചു. എനിക്ക് സമയമൊക്കെ അന്വേഷിച്ചു. സെറ്റിൽമെന്റിന് സമയം ഞാൻ പിന്നീട് പറഞ്ഞില്ലേ? അവര് പറഞ്ഞില്ലേ പിന്നീട് അത് മാധ്യമങ്ങളോട്? സമയം തോന്നുന്നു. ഞാൻ എന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി പോയി. ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങി ഓടിക്കയറുമായിരുന്നു. കാരണം എടുക്കുന്ന സമയമില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ അടിച്ചു പോയി. അപ്പം ഞാൻ എടുത്ത് രജിസ്റ്റർ. അപ്പം അടൂർ പ്രകാശാണ്. അപ്പം ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമ്പർ നോക്കി. ഞാൻ നോക്കുന്നുണ്ട് അത് അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേക്കാം. ഇയാളൊരു പ്രശ്നമാണ്. എനിക്കങ്ങനെ ഒരു തോന്നലാണ്. ഞാൻ അപ്പം ഞാൻ പിന്നെ ഇയാളുടെ ഫോൺ നിന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇയാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചോണ്ടിരുന്ന നമ്പർ കുറച്ച് കഴിഞ്ഞ് വേറൊരു നമ്പർ. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് എന്നിട്ട് അതൊക്കെ കൂടെ ഞാൻ സോറി കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇയാൾ സാരി കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. എന്താ പറയുക, ഞാൻ അപ്പോഴും ഞാൻ ഒന്നും വിടില്ല. എല്ലാ പോത്തന്മാരും ഇങ്ങനെ പറയുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞ് പടം വരയ്ക്കാൻ അറിയാം. ഞാൻ പറഞ്ഞില്ല, എന്നാൽ ഞാനൊരു പടം ഇവിടെ വരച്ചു. അപ്പം ഞാൻ പിന്നെ കട്ട് ചെയ്തു. അയ്യോ സിനിമ അല്ല, നമ്മളെന്തെങ്കിലും കട്ട് ചെയ്ത ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കാണുന്ന ദിവസമാണ് ഫസ്റ്റ് ഡേ വെറും ഒരു 10 മിനിറ്റ്സ് ആൺലി 10 മിനിറ്റ് ബ്രിമ്മിനോട് ഞാൻ ആ വാൾക്ക് പഠിക്കുന്നത്. ഇംപ്രസ് ചെയ്യാനുള്ള നമ്പർ ഒന്നും ഇട്ടിട്ടില്ല. ഇംപ്രഷൻ എന്റെ അജണ്ട ഇല്ല. എന്റെ അജണ്ടയിൽ ആർക്കും നമ്മളില്ലോ ടെൻഷൻ അങ്ങനെയൊക്കെ വരുന്ന ചെന്നിട്ട് ജോലിക്കാണ്. നമ്മൾ തിരിച്ചു പോയി. നമ്മൾ തിരിച്ച് ഓടുവാണ് ശരിക്കും. ആ പിന്നെ പറഞ്ഞു അടുത്ത ഫോണൊക്കെ ഓടുവാണ്. ആ ആളാണ് എനിക്ക് ഇങ്ങനെ ഇത്ര സെക്കൻഡാണ്. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ എടുത്തപ്പോൾ ഞാൻ എടുത്തില്ല. ഞാൻ മീറ്റിംഗ് ഉച്ചയായപ്പോൾ പിന്നെ വിളിക്കാം. അപ്പോൾ മീറ്റിംഗ് എല്ലാത്തിനും മീറ്റിംഗ് ആക്കാം. അപ്പോൾ ഈ അടൂർ പ്രകാശിൻ്റെ നമ്പറിന് ഞാൻ എഴുതിയിട്ട് കേട്ടോ. ഈ ഫോൺ വരുമ്പോഴേക്കും ടെൻഷനാണ് കേട്ടോ. ആൾക്കാർ അടുത്തിരിക്കുമല്ലേ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് അടുത്ത് നോക്കിയിട്ട് ഹലോ കട്ട് ചെയ്തു. ഞാൻ വൈകുന്നേരം ആ തമാശ അതിൻ്റെ അടുത്ത ദിവസം പുതിയ സിം എടുത്തു. ഞാനപ്പോൾ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് നല്ല ഫാൻസി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു. ആരാ പറയുന്നില്ല, എത്ര സിം കാണും ഇയാൾക്ക് അറിയില്ല. അപ്പം ഞാൻ ഹലോ
ഏത് പ്രകാശം? എനിക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ അൺപ്രകാശാണ്. അപ്പൊ ഞാൻ അതെ സോളോനെ പറ്റി നമ്മൾ ഇന്നലെ ഒന്നും സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് ഡിസ്കസ് അതുകൊണ്ട് ഫോണിൽ ഇങ്ങനെയാണ് അതാണ് ഇതാണ് പേടിക്കും. അതൊക്കെ കേൾക്കാം. ഇത് കേട്ടുള്ളൊരു വിഷയം അത് ശരി സമയം എന്താ കാര്യം എൻ്റെ തോന്നി എന്താ ദിലീഷ എന്താ ഇതി ആരാണ് ആരെ അതൊക്കെ ചുമ്മാ അത് അങ്ങനൊന്നുമല്ല അതൊന്നുമല്ല അതൊക്കെ ചുമ്മാ അതൊക്കെ ഓരോ പേപ്പറിൽ നിന്ന് എഴുതല്ലേ ദിലീഷ് അതൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടാ അങ്ങനെയൊന്നും ഇല്ല അതൊന്നും ഇല്ല അത് ഇല്ലാത്ത കാര്യമാണ് അത് ഏത് പത്രമാണ് ആ പത്രമൊക്കെ പോകാൻ പറയാം എനിക്ക് മല്ലിപ്പട്ടത്തിന്റെ കാര്യം കേട്ടില്ല പ്ലീസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവരുടെ പത്രം കേട്ടത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് മീഡിയാസിനോട് മിണ്ടിയിട്ട് പോലും ഇല്ല ഞാൻ വളരെ രഹസ്യമായിട്ടാണ് SJP പോയിട്ട് വളരെ പെട്ടെന്ന് അവിടുത്തെ ജയസിന്റെ കാല് പിടിച്ചൊക്കെ കേസ് ആദ്യം പിടിച്ചിട്ടേ ഇറങ്ങിയത് ആരാണ് ബിജു PM രാജ് കാസർഗോഡേക്ക് വന്നോ എപ്പോ നാളെ ചാർജ് എടുക്കുന്നു ചേട്ടായി കൊള്ളാം കുഴപ്പമില്ല അങ്ങോട്ടേക്ക് വന്നല്ലേ ദിലീഷ് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം കേട്ടാ ഞാൻ വിളിക്കും ഓക്കെ എന്നാ പത്രം ഏതോ പഞ്ഞപ്പത്രം കാര്യമൊക്കെ അതൊക്കെ വിട്ട് ദിലീഷൻ പറഞ്ഞ PM രാജു അങ്ങോട്ടേക്ക് മാറി കാസർഗോഡ് എങ്ങനെ എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് കേട്ടോ ഹലോ ഞാൻ മനസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വീടിനടുത്തുള്ള എൻ്റെ ബന്ധുവാണ് നമ്മുടെ അമ്പലമുക്ക് അവിടെ ഗൾഫിൽ വന്നേ ഉള്ളൂ ഗേൾ ഫ്രണ്ട് ഒന്ന് ഹായ് പറയണേ സംശയമായിട്ടാ ഒരു ഹായ് വേണമെങ്കിൽ കേൾക്കാം ഗേൾ ഫ്രണ്ടാ എവിടെയാണ് എന്തായി പോയ കാര്യം ഫ്രൂട്ട്സ് എന്തെങ്കിലും മുന്തിരി എന്തെങ്കിലും എവിടെ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തെങ്കിലും കൊടുക്കേ അതൊക്കെ എന്തെങ്കിലും കൊടുക്കും കുഴപ്പമില്ലല്ലോ
അമ്മൂട്ടി ഒരു പത്രം ചെയ്യുമ്പോൾ ഒരു ഹായ് പറയാം പ്ലീസ്. ഹായ്. കേട്ടോ, കൊച്ചു പിള്ളേരൊന്നും അല്ല, എൻ്റെ അച്ഛൻ്റെ അത്രയും പ്രായമുള്ള ആളുടെ അമ്മയാണ്. ആ ശരി. കസിൻസിത്ര അവന് സംശയം ഞാൻ ആരടുത്താണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പോകുന്നില്ല. ഞാൻ ഇയാളുടെ ഫോൺ ഇങ്ങനെ ചെവി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഭയങ്കര കയറിയാണ് കേട്ടോ. അതായത് നമുക്ക് ആ പ്രോജക്റ്റ് ശരിക്കും ഭയങ്കര ഒരു പരുക്കനായ കരടി പോലത്തെ ഒരു മനുഷ്യനാണല്ലോ. അതാണ് മനുഷ്യപ്പറ്റില്ലാത്ത ഈ വിസിറ്റേഴ്സിനെയൊക്കെ ഫയർ ചെയ്യണൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഓരോ അമ്മമാരൊക്കെ വരില്ലേ, പാവപ്പെട്ട എന്തെങ്കിലും സ്ഥലമായതുകൊണ്ട് റവന്യൂല് ഭയങ്കര ഒരുമാതിരി നിർദ്ദിഷ്ട ജീവികളെ കാണുമല്ലോ, ഇങ്ങനെ നോക്കി കണ്ണുപോലും നോക്കില്ല, ഇങ്ങനെ നോക്കിയിട്ട് ഒരുമാതിരി ഓടിക്കും. പിന്നെ ഒരാൾ അങ്ങോട്ട് ചെല്ലില്ല. കുറെ നേരം മിസ്സിങ് ആയിപ്പോ. ഇപ്പൊ ഞാൻ ഈ ഓഫർ ചെയ്യണമെന്നല്ലേ, ചെയ്തോ? ഓക്കെ, സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞത്. എന്റെ ഞാൻ ചെയ്തോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ അമ്മു മോളു, ₹45 ഇത് ചെയ്തോട്ടേന്ന്. അത് ചോദിക്കാൻ കണ്ടിന്യൂസ് ഇതിനെ പറ്റി കേട്ടോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തോണ്ടിരുന്നത്. അതായത് ഇങ്ങനെ വിളിക്കുമ്പോൾ ശരി ല്ലേ അവിടെ നിന്ന് പറയും. പക്ഷെ തിരിച്ചതൊരു മന്ത്രിയാണ്, ഇയാൾ ഇങ്ങനെയൊക്കെ ഇതുള്ള ആളാണ്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാമെന്ന്. എനിക്ക് ഇയാളെ വേണ്ട, ഇയാളെ വേണ്ട, എനിക്ക് ഇയാളെ വേണ്ട, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ എനിക്ക് സമയമില്ല. ഒരു പറഞ്ഞ ഒഴിയാണേ. ഇയാള് പ്രൊജക്റ്റ് ഏത് സ്റ്റേഡിയത്തിൽ പ്രൊജക്റ്റ് പറയാനൊക്കെ സ്റ്റേഡിയം ഒന്നും പറയുന്നില്ല, ഏതൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ സമയമില്ല. അതിൻ്റെ അടുത്ത ദിവസം 3 മണിയായപ്പോയിട്ട് പത്തനംതിട്ട ADM സലീം ഫോൺ ചെയ്തു. കളക്ട്രേറ്റിൻ്റെ നമ്പറാണ്, പത്തനംതിട്ട കളക്ട്രേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചില്ലാത്തതാണ് സർ, അവിടെ നമ്മൾ ചെയ്ത് തീർന്നു. ഇവരെ ചീത്ത വിളിക്കാനായിരിക്കും വിചാരിച്ചു, വല്ല മെയിൻ്റനൻസിൻ്റെ വല്ല. കളക്ടർ നേരിട്ട് ചീത്ത വിളിക്കുന്നത് അവിടെ നമ്മൾ ഫോൺ എടുത്തിട്ട് സാർ ADM സലീമാണ് അത് ഞാൻ നമ്മുടെ ഒരു പ്രമാണം നടന്നു സാർ, സാർ ഫേസ്ബുക്ക് ചെയ്തു. സാർ ഞാൻ കുറിച്ച് റിപ്പോർട്ട് ഈ 5 മണിക്ക് ഞാൻ പറഞ്ഞു 5 മണിക്ക് കൊടുത്തില്ല. ഞാൻ സാർ ഇന്ന് തന്നെ വേണം, നാളെ എങ്ങനെ വരാം, ഞാൻ നാളെ ഫ്രഷ് ആയിട്ട് വന്നു പിന്നെ ഇന്നെത്തണം. അപ്പം ഞാൻ ചോദിച്ചു ആരാണ് സാർ ഇവിടെ, അപ്പോൾ എനിക്കിത് ശരിയാൻ വരാം, പ്രമാണത്തല്ല ഞാൻ പോകുന്ന വഴിക്ക് ബാക്കോട്ട് കയറി വരാം. അപ്പം ആരെയാണ് ഞാൻ കാട്ടും, ഞാനുണ്ട് ഇവിടെ, ഞാനുണ്ട്. ശരി, അപ്പം ബൈക്ക് തിരിച്ച് കാർ അങ്ങോട്ടേക്ക് വിട്ട് നമ്മൾ അടൂരിൽ നിന്ന് കയറി പത്തനംതിട്ട പ്രമാണം ചെയ്തു. അപ്പോൾ 5 മണിക്ക് ആയപ്പോഴേ ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഇയാൾ അവിടെ ഇല്ല. ഒരു വയസ്സായ ഒരു മനുഷ്യനും വേറെ ഒരു മെലിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഇതൊരു ADM സാർ വിളിച്ചു ഫീസിബിലിറ്റി നോക്കട്ടെ. ഞാനപ്പോൾ ഇയാൾ എന്തെങ്കിലും അപ്പോൾ എഴുതി കൊടുത്തിട്ട് ഓടിപ്പോലോ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം നോക്കി ഫീസിബിലിറ്റി ചെക്ക് ചെയ്തു, റേഡിയേഷൻ എടുത്തു. ഒരു 10-15 സ്പോട്ടിൽ പോയി എല്ലാം റേഡിയേഷൻ എടുത്ത് മാർക്ക് ചെയ്തു. ചെറിയൊരു ചാർട്ടിനകത്ത് ഞാൻ ഹാൻഡ് പേപ്പറുമായിട്ട് എല്ലാം വരച്ചെടുത്തു. അപ്പോൾ 5 മുക്കാലായി ഒരു കാർ വന്നു, ഒരു അംബാസഡർ കാർ വന്നു. അത്
അതായത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടുത്തെ ആസ്പെക്ട് ഇദ്ദേഹത്തെ എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം ഫീസിബിലിറ്റി ഒക്കെ പറഞ്ഞു. നേരത്തെ വന്ന സമയത്ത് ഇത്ര റേഡിയേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 20-25% എക്സ്ട്രാ റേഡിയേഷൻ കിട്ടും. നൂൺ ടൈമിൽ പീക്ക് ടൈമിൽ നല്ല ഇത് കിട്ടും, റേഡിയേഷൻ എല്ലാം പറഞ്ഞു. നെറ്റിൽ നിന്ന് ഞാൻ അവിടുത്തെ അന്നത്തെ റേഡിയേഷൻ ഡാറ്റയും എടുത്തു കൊടുത്ത് പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ട്. ഒരു പൈലറ്റ് വണ്ടി, പോലീസിൻ്റെ ഒരു സ്റ്റേറ്റ് വണ്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് ഓടണോ അങ്ങോട്ട് ഓടണോ എന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഗണേഷ് കുമാർ ആയിരിക്കും സ്പോർട്സിൻ്റെ മന്ത്രി. എനിക്ക് സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ സ്പോർട്സ്, എൻ്റെ ദൈവമേ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഈ വിവാദങ്ങളുടെ മണ്ടയാണ്. അപ്പം ഞാൻ ഈ ഇടതുവശത്തോടെ പോകാൻ സാറപ്പോൾ ശരിയെന്ന് സാറ് തിരക്കിലായിരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബോർഡ് ഇങ്ങനെ പതുക്കെ നോക്കുമ്പോൾ 12. ആരായിരിക്കും, എനിക്ക് 12 അറിയത്തില്ല. അപ്പോൾ അതാരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ചാടിയാൽ വരുന്നു കേട്ടോ. പോലീസിന് ഇയാൾ അടുത്ത് വെച്ചാൽ ഇയാൾ കയറി വന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ മനസ്സിച്ചില്ല. അപ്പോൾ സലീം സാർ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സാർ ഞാനിവിടെ പോയിട്ട് ഞാൻ പോവാം, ഞാൻ നമസ്തേക്ക് പറഞ്ഞ് ഞാൻ വിഷയമൊക്കെ ചെയ്യും, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇയാളെ വിളിച്ചത്. ഞാൻ വിളിച്ച ഇയാൾക്ക് സമയമില്ല ഉദ്യോഗസ്ഥർ വിളിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിളിച്ചാൽ അതിൽ സലീം സാറിനെ നേരത്തെ അറിയാം, സാർ ഇങ്ങനെയാണ്. ഇല്ലില്ല ഇയാൾ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇരുന്ന സമയത്താണ് ഒരു വലിയ മാപ്പ് എടുത്ത് വെച്ചു സ്റ്റേഡിയത്തിൻ്റെ. ഞാനപ്പോൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്തു. വേഗം അങ്ങോട്ട് ഇവിടെ പോകാൻ വയ്യ. സ്റ്റേഡിയം അയാളുടെ ലോക്കൽ ഫണ്ട് സ്റ്റേഡിയം അത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പതുക്കെ തോണ്ടു വരും കേട്ടോ. അതെ ശേ ഞാൻ അല്ല തോണ്ടു വേഷം. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്ന പോവാണ്. ഞാൻ പോയി ഈശ്വര രാത്രി തുടങ്ങിയ പുതിയ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് വരെ വിളിക്കും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എടുത്തിട്ട് വിളിച്ചു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് 10:30 തുടങ്ങിയാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മണി വരെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ 2 മണി വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ റീഡൈൻ ചെയ്യുന്നു. 65 കോളെങ്കിലും വിളിച്ചാണ് അതിനിടയ്ക്ക്. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്നുണ്ട് മെറ്റൽ. അപ്പം നമ്മൾ ഫോൺ എടുത്ത് 2 മണിയായിരുന്നു. അപ്പോൾ ഫുൾ തന്നെയാണ് ഞാനിങ്ങനെ. പിന്നെ എൻ്റെ രാത്രി മൊത്തം ഇതാണ് ഫോൺ വിളിക്കും. ഞാൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ് ചെയ്തിട്ട് എൻ്റെ കസ്റ്റമറിൻ്റെ ഫോണാണ് വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഞാൻ ടെൻഷനാണ് ആ സമയത്ത് പോയിപ്പോണ്. അപ്പോൾ ഞാനിത് കസ്റ്റമറായപ്പോൾ ഒരു ഇത് വരുമല്ലോ, ആർക്കെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് നോക്കാമല്ലോ. ഞാനിത് ഓഫ് ചെയ്യാനും പറ്റില്ല, ഓൺ ചെയ്യാനും പറ്റില്ല. ആ അവസ്ഥയിൽ എടുത്തില്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇങ്ങനെ ഫോണിൽ ബിസി 2-3 മണിക്കൂറേ. അപ്പം ഞാൻ എടുത്ത് ചെയ്ത് സംസാരിക്കും നല്ലവരായിട്ട്. ഭയങ്കര സങ്കടം വിഷമം. എനിക്ക് ഫോണ് വീട്ടിലിട്ടിട്ട് ഇങ്ങനെ ബെഡിൽ വെച്ചേക്കും. ഉറങ്ങും കേട്ടോ, ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇത് കുറച്ച് എനിക്ക് പിന്നെ എടുത്ത് ചെയ്ത് കണ്ടിന്യൂ ചെയ്താലും പിന്നെ അത്ര വൃത്തിയിടുന്നല്ല എന്ന് മാനില്ല അറിയില്ല, ആൾക്കറിയില്ല, കേട്ടിട്ട് പോലും ഇല്ല. സരിതയോ? എനിക്ക് പണ്ട് ഞാനൊരു സ്ത്രീ പരാതി പണ്ട് ഓർക്കുന്നു, പക്ഷെ എനിക്ക് പേരോർമ്മയില്ല. അത്രയും വലിയ പുരുഷന്മാരെ എന്താണ് പുരുഷന്മാർ വീഴുന്ന എന്താ ഉള്ളത്? തുടങ്ങി കയർ കയറില്ല ഫംഗ്ഷൻ. ഞങ്ങൾക്ക് സ്റ്റോളുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്റ്റോളിൽ ഇയാൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ സ്റ്റോളിൽ പോകുന്നില്ല. ഇയാളുടെ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് വിളിച്ചു അടുത്ത ദിവസം. അപ്പോൾ കെ സി ജോസഫ് സാർ വന്നു. സാറ് പാവമാണ് കേട്ടോ, ഏറ്റവും നല്ല മനിമയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പതുക്കെ സ്റ്റോളിൽ വന്നു കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ, മെൻറ്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ അവിടെ വന്ന് ഞാൻ സ്റ്റോളിലിരുന്ന് സംസാരിച്ചു. അപ്പോഴത്തെ സ്റ്റോളിലുള്ളവരുടെ ടെൻഷൻ പോയി. ഞാനിങ്ങനെ ഓരോ സ്റ്റോളിൽ കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ അടുത്ത് വെച്ചു. ഞാൻ ധൈര്യമായിട്ട് ഫോൺ എടുത്ത് വെച്ചാൽ അവിടെ ഇല്ലല്ലോ. അപ്പം ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞുകൊണ്ട് ഇതാണ് ഫീ ആണ്. ഞാൻ ചോദിച്ചു എന്താ ചേച്ചി എവിടെയുണ്ട്? അപ്പം ഈ പേയൊക്കെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? ആ ചേച്ചി എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു. ഞാൻ ആലപ്പുഴ എന്താ ചേട്ടനോടെ ചേച്ചി പെട്ടെന്ന് കോൺഫറൻസ് ഹോളിൻ്റെ കൊണ്ടോ. ഞാൻ പറഞ്ഞു എന്തിനാ? പിന്നെ ടെൻഷനായിട്ടോ അവിടെ വണ്ടി അവിടെ കണ്ടില്ല. അപ്പം എൻ്റെ അടുത്ത് വാ ചേച്ചി പെട്ടെന്ന് വാ, പെട്ടെന്ന് ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇവർ മാത്രമേ വിളിക്കുന്നത്. ഞാൻ കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചേച്ചി എന്നെ വിളിച്ചെന്താ? സാറ് CCTV കൂടെ കണ്ടു ചേച്ചി
ഞാൻ എനിക്ക് ടെൻഷൻ. അപ്പം അല്ല അടുത്ത സ്ഥലം ടി വി കൂടെ കണ്ടു ചേച്ചി ഇവിടെ നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഒരു പെട്ടെന്ന് ഫോൺ വിളിച്ച് ഇവിടെ നിർത്തണം എന്ന് പറയുന്നത്. എൻ്റെ ഈശ്വരം, ഞാൻ അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ജ്യൂസ് കൊണ്ടുവരും, അത് കൊണ്ടുവരും. ഞാൻ അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ടും അന്ന് വന്ന് സംസാരിക്കുന്ന മൊത്തം കയർത്തിയമ്മയുടെ ഫോട്ടോഗ്രാഫ്സ് മൊത്തം ഐക്യത്തിൻ്റെ എന്താ പറയുക ഫുള്ള് കവർ ചെയ്തു. എനിക്ക് വീഡിയോ നമ്മളിന്ന് പോട്ടെ സർ പോട്ടെ ഇപ്പം കൂടെ നിൽക്കുന്നവർ മൊത്തം നമ്മളെ ശ്രദ്ധിക്കുമല്ലേ. അപ്പം അങ്ങനെ ഒരു നിമിഷം അവസാന നിമിഷം എന്താ ഇയാൾ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്, ഞാൻ മാത്രമാണ് എൻ്റെ അകത്ത് സംസാരിക്കുന്നത്, താനെന്താ ഇങ്ങോട്ട് സംസാരിക്കുന്നത്, എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഹോട്ടലിട്ടിട്ട് കിടന്നു. ഇയാൾ പോലപ്പോ എനിക്ക് വയ്യ. പിന്നെ അങ്ങനെ കുറെ നേരം അവിടെ സംസാരിച്ചു. അപ്പൊ റാണി ചോദിച്ചു എന്താ ചോദിച്ചോണ്ടിട്ട് ഞാൻ അവരായിരുന്നല്ല സ്ഥിരം. അത് അകത്ത് കിടക്കുക. അപ്പൊ ഇവരുടെ കൂടെ വിദേശ എന്ത് വൃത്തികെട്ട വാർത്തയായിരുന്നു. അപ്പൊ പക്ഷെ വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ഓർത്ത് ചിരിച്ചു കാണും അല്ലേ? ഇതുപോലെ ചിരിച്ചു. ഞാനൊരു പേപ്പറിൽ ഒരു തന്നെ ചിരിക്കട്ടോ. ചിരിക്കുമ്പോ എല്ലാരും എനിക്ക് എങ്ങനെ ചിരിക്കായിരിക്കും ആരെങ്കിലും പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാർ എന്തോ പറയുന്നു, ഞാൻ അത് ചോദിക്കും. സാർ പറഞ്ഞുകൊണ്ട് പോകുന്നു കേട്ടോ. ഉടനെ റാണി ഒന്നിങ്ങി വരൂ വിളിക്കട്ടോ. റാണി വിളിച്ചു ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ മുട്ടി ഉരുപ്പി നിൽക്കുമല്ലോ കേട്ടോ. ചിരിച്ചിരിക്കും വയ്യ. ഉടനെ ഇയാളെ ഇവരുടെ നിങ്ങൾ വിളിക്കൂ എന്ന് അവരോട് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് പിന്നെ വരും. അപ്പൊ റാണി പുറകെ എഴുന്നേറ്റ് വരും. എന്താ പറയണേ? ഞാൻ ശരിക്കും വിളിക്കും. ഞാൻ അങ്ങനെ റാണി കാരണം ഞാൻ അന്ന് റാണി 3:30 തൊട്ട് പിന്നെ കണ്ടിന്യൂസ് അപ്പൊ ഞാൻ സാർ എക്സിബിഷൻ ഇല്ലേ മോശമല്ലേ സാർ, ഒന്നും പ്രശ്നമില്ല. ഇങ്ങനെ ആടെ 7:00 വരുന്നവരോടൊക്കെ സംസാരിക്കുക. എന്നിട്ട് എൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അയാളുടെ ഏറ്റവും കൂടിയ രോഗം ഇയാൾക്കായിരുന്നു. പക്ഷെ പുറത്ത് കാണുമ്പോൾ ഏറ്റവും പരുക്കനും മനുഷ്യപ്പറ്റില്ലാത്തയാള്. ഏറ്റവും വലിയ രോഗിയാണ് അനിൽകുമാറൊക്കെ. പിന്നെ എല്ലാവരോടും കുറച്ച് അങ്ങനെയാണ്. അപ്പൊ ആളുകള് ഗണേഷിന്റെ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷെ ഇയാൾ ഭയങ്കര വേറൊരു തരം മനുഷ്യനായിട്ടല്ലേ പ്രത്യക്ഷപ്പെടുന്നത്. അയാളുടെ ഫ്രണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സന്തോഷിന്റെ അടുത്ത് എന്നെ കൺവിൻസ് ചെയ്യാൻ എന്തെല്ലാം സംസാരിക്കാൻ പറഞ്ഞിട്ടാണ് അറിയാം. ഞാൻ പറയും സന്തോഷം സാർ എന്നെ ഇരുത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്തോ ഒരു ഉപദ്രവം എന്ന് പറയാം. ഉപദ്രവം അയാളോട് സംസാരിക്കുക അഭിമാനമായിട്ട് കണ്ടേ ചില പുരുഷന്മാരെ. എനിക്കിങ്ങനെ സ്ത്രീ ആയില്ല. ഇയാളെന്താ ചെയ്തേ, ഇയാള് സാറിന്റെ അടുത്ത് പറയാണ്, സാറ് ഇയാളടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കുന്നു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അയാളുടെ മനസ്സിനകത്തെ എക്സ്പ്രഷൻ മൊത്തം ഈ സന്തോഷിന്റെ അടുത്ത് പറയാൻ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് വിളിക്കുന്നത്, എന്താണ് അങ്ങനെയാണ്. അയ്യോ ചിരിക്കും പാലിക്കാൻ സമയം കേട്ടോ. അടുപ്രദേശിൽ വിളിക്കുമ്പോ കോള് വരുമ്പോഴേ എനിക്ക് പ്രാന്തം. ഹലോ, നമ്മൾ ഒരിക്കൽ പോലും അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല.